ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം വാർത്താ സമ്മേളനം നടത്തുന്നതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്മാറിയിരിക്കുന്നു. നേതാക്കൾ ഇടപെട്ടു എന്നതാണ് വിവരം. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? അതായത് അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ വാർത്താസമ്മേളനം ഉണ്ടാകില്ല, റദ്ദാക്കിയിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് അവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം എല്ലാ മാധ്യമങ്ങളും തന്നെ ഏകദേശം 1 മണിക്കൂറോളമായി രാഹുലിൻ്റെ അടൂരിലെ വീടിന് മുന്നിൽ ഇത്തരത്തിൽ വാർത്താസമ്മേളനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇവിടെ രാഹുലിന് ഇരുന്ന് സംസാരിക്കാൻ ചെയറും ടേബിളും ഉൾപ്പെടെ ക്രമീകരിച്ചിരുന്നു. അതിനിടയിലാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ വാർത്താസമ്മേളനം ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വാർത്താസമ്മേളനം റദ്ദാക്കിയത് സംബന്ധിച്ച് അവർ മറുപടിയൊന്നും നിലവിൽ നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് ലഭ്യമാവുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഇത്രയും കടുപ്പത്തിലുള്ള ഗൗരവമുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മളൊക്കെ പുറത്തുവിട്ട ഒരു ഓഡിയോ കൂടിയുണ്ട്. അതുകൂടിയാകുമ്പോൾ ഇനി മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്ത് പറയുമെന്നൊക്കെ ഒരു സംശയം കൂടി ഉണ്ടായിട്ടുണ്ടാകുമോ? അനുജ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ അതിരൂക്ഷമായ രാഹുലിന് ഒരു തരത്തിലും തള്ളിക്കളയാൻ സാധിക്കാത്ത തരത്തിൽ ചില ഓഡിയോ സന്ദേശങ്ങളും ഒപ്പം തന്നെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ രാഹുലിന് കേൾക്കേണ്ടി വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് തൽക്കാലം ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നിലവിൽ ലഭ്യമല്ല. രാഹുലിൻ്റെ അടുത്ത വൃത്തങ്ങൾ പോലും ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് റദ്ദാക്കിയെന്ന കാര്യത്തിൽ വിശദീകരണം നൽകുന്നില്ല. രാഹുൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഉദ്ദേശിച്ച ഇതുവരെ ഉയർന്ന ആരോപണങ്ങൾക്ക് കൃത്യമായൊരു മറുപടി നൽകുക, വിശദമായ മറുപടി നൽകുക എന്നായിരുന്നു രാഹുൽ ഉദ്ദേശിച്ചിരുന്നത്. അത്തരത്തിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ. അതായത് ജയശങ്കർ, ഒരുപക്ഷെ രാജ്യപ്രഖ്യാപനം നടത്താനായിരുന്നില്ല അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതെന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരൊറ്റ വരിയിൽ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പോകാമായിരുന്നു ഇപ്പോഴും. പക്ഷേ അതല്ല, പകരം മറ്റെന്തൊക്കെയോ ന്യായീകരണങ്ങൾക്ക് വേണ്ടിയാകാം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാനിരുന്നത്. അപ്പോഴാണ് ഈ പുതിയ ഓഡിയോ പുറത്തു വരുന്നത്. അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കണോ? അനുജ, ഈ രാജ്യപ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന് രാഹുൽ നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ രാജിക്കപ്പുറത്തേക്ക് രാഹുലിന് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടായിരുന്നു. അതിനു വേണ്ടി തന്നെയായിരുന്നു ഈ ഒരു വാർത്താ സമ്മേളനം. കാരണം ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം ഒഴിഞ്ഞതിന് ശേഷവും നിരവധി ആരോപണങ്ങൾ രാഹുലിന് നേരെ ഈ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ യുവതിയുടെയും ഉൾപ്പെടെ ആക്ഷേപങ്ങൾ വന്നിരുന്നു. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ പ്രതികരിക്കേണ്ടത്, മറുപടി പറയേണ്ടത് ഒരേ ഒരാളായിരുന്നു, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ആ പ്രതികരണം കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. അത്തരം വിഷയങ്ങളിൽ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർത്തുന്ന കാര്യങ്ങളിൽ വിശദമായൊരു മറുപടി എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം ക്രമീകരിച്ചത്. വിശദമായി തന്നെ നിങ്ങളെ കാണാമെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് വീട്ടിൽ ടേബിൾ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ഇരുന്ന് വിശദമായി സംസാരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത്. നേതൃത്വവുമായി കൂടി സംസാരിച്ചായിരുന്നു ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ വാർത്താ സമ്മേളനം എന്ന തീരുമാനത്തിലേക്ക് പോയത്. പിന്നീടാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം ഉണ്ടാകില്ല, റദ്ദാക്കുന്നു എന്നൊരു വിവരം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ വാർത്താ സമ്മേളനം റദ്ദാക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഉത്തരം നമുക്ക് ലഭ്യമല്ല. പക്ഷേ അപ്പോൾ പോലും രാഹുലിൻ്റെ മേൽ MLA സ്ഥാനം രാജിവെക്കാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ അത്തരത്തിൽ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ടാവാം. രാജിയിലേക്കാണ് കടക്കുന്നതെങ്കിൽ ഇവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പ്രഖ്യാപിക്കാതെ ഔദ്യോഗികമായി രാജിയോ മറ്റോ സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഒരുപക്ഷെ നേതാക്കൾ രാഹുലിനെ അറിയിച്ചു കാണും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വാർത്താ സമ്മേളനത്തിന് പിന്മാറിയിട്ടുണ്ടാവുക. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത അല്പസമയത്തിന് അകം തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വിഭാഗം രാഹുലിൻ്റെ രാജിക്ക് വേണ്ടി ഒരു മുറവിളി കൂട്ടുന്നുണ്ട്, മറ്റൊരു വിഭാഗം രാഹുൽ രാജിവെക്കേണ്ട എന്നൊരു നിലപാടിലാണ്. അത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. പക്ഷേ അപ്പോൾ പോലും കോൺഗ്രസിലെ ഒന്നാമനെന്ന് തന്നെ പറയാവുന്ന പ്രതിപക്ഷ നേതാവ് BD സതീശൻ ഇത്തരത്തിൽ രാജി എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാനാകുമെന്നത് തന്നെയാണ് സംശയം. പ്രതിപക്ഷ നേതാവിനെ പോലൊരാൾ ഇത്തരത്തിൽ ധാർമ്മികതയുടെ പുറത്ത് MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് മാറാൻ, ആ വാക്ക് മാറ്റാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാജിയിലേക്ക് കടന്നേക്കാം. അങ്ങനെ രാജിയാണെങ്കിൽ അക്കാര്യത്തിൽ കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലൊക്കെ ഒരു സ്ഥിരീകരണം ലഭിക്കും. എന്തായാലും പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം മാറ്റിയതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒന്നും തന്നെ ഒരു സ്ഥിരീകരണമില്ല. കാരണം രാഹുലുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രങ്ങളും ഇക്കാര്യത്തിൽ ഈ വാർത്താ സമ്മേളനം റദ്ദാക്കി എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണത്തിലേക്ക് നിലവിൽ കടന്നിട്ടില്ല. ഈ വീട്ടിലേക്ക് നമ്മൾ വന്ന ഘട്ടത്തിൽ പ്രാദേശികമായി ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. രാഹുലിന് വിശദമായ വാർത്താ സമ്മേളനം നടത്താനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനത്തിന്
രാഹുൽ മങ്കൂട്ടത്തിൽ MLA പിന്മാറുന്നത്. അല്പസമയം മുമ്പ് രാഹുലിനെതിരെ രൂക്ഷമായ ഒരു ഓഡിയോ സന്ദേശം ഉൾപ്പെടെ വന്നിരുന്നു. ഈ സന്ദേശം ഉൾപ്പെടെ വന്നതാണോ ഈ വാർത്താ സമ്മേളനം റദ്ദാക്കാനുള്ള കാരണമെന്ന് ഇത് വ്യക്തമല്ല. എന്തായാലും തുടരെ രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ രൂക്ഷമായ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.